ജയപരാജയം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്കറിയുന്നവരോടും കുടുംബക്കാരോടും ബന്ധുക്കളോടും മത്സരിക്കാനാണ് ഇഷ്ടം. അവന്റെ വീടിനേക്കാൾ വലിയ വീട് വേണം, അവന്റെ വാഹനത്തെക്കാൾ വിലപിടിപ്പുള്ള വാഹനം വേണം, അവന്റെ മകന്റെ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് എന്റെ മകൻക്ക് വേണം. പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കുന്നില്ല, അകലെ എത്രയോ ആൾ നമ്മുടെ മക്കളുടെ മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങുകയും നമ്മളെക്കാൾ സമ്പന്നനുമായ എത്രയോ പേരുണ്ട്. അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. എല്ലാ വിഷയത്തിനും A+ വാങ്ങിയത് കൊണ്ട് വർഷത്തിൽ ഒരു ദിവസം മാത്രം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും ഫേസ്ബുക്കിൽ A+ കിട്ടിയതിന്റെ പോസ്റ്റർ ഇടുന്നതിലും മാത്രം ഒതുങ്ങുകയില്ല ഒരു കുട്ടിക്ക് നാം കൊടുക്കേണ്ട സ്നേഹവും സന്തോഷവും. ഈ ലോകം ജയിച്ചവർക്ക് മാത്രമുള്ളതല്ല, തോറ്റവർക്കും ഉള്ളതാണ്. ചെറിയ തോൽവികൾ കാരണം ജീവിതം അവസാനിപ്പിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം. അങ്ങനെ അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് ഇന്ന് ഒരു പക്ഷികളും പറക്കുകയില്ലായിരുന്നു. കാരണം അവർ പറക്കുന്നതിനിടയിൽ അവരുടെ ശരീരത്തിൽ നിന്ന് എത്രയോ തൂവലുകൾ വീണുപോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. അവർ വീണ്ടും പറക്കുന്നതിനെ തുടരുന്നു. എല്ലാ വിഷയത്തിലും A+ കിട്ടിയാൽ മാത്രമേ ജീവിതത്തിൽ ജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഒരിക്കൽ സ്യൂറിച്ചിലെ ഒരു ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 16 വയസ്സുകാരൻ പഠിക്കാനുള്ള ആഗ്രഹവുമായി അഡ്മിഷനിന് വേണ്ടി വന്നു. അപ്പോൾ അവർ അവനെ കൊണ്ട് എൻട്രൻസ് ടെസ്റ്റിന് വിധേയനാക്കി. അങ്ങനെ എൻട്രൻസ് ടെസ്റ്റിന് അവൻ പരാജയപ്പെടുകയും തനിക്ക് IQ കുറവാണെന്ന് കാണിച്ചുകൊണ്ട് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട ദുഃഖം കാരണം കരഞ്ഞുകൊണ്ട് ദുഃഖം അടക്കി തിരിച്ചു വന്നു. ആരാണ് ആ ബാലൻ എന്ന് നിങ്ങൾക്കറിയുമോ? ഇന്ന് ലോക പ്രശസ്തനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിരുന്നു ആ ബാലൻ. 2, ഒരു ചെറുപ്പക്കാരൻ ആകാശവാണിയിൽ ഓഡിഷൻ ആർട്ടിസ്റ്റ് ആകാനുള്ള ആഗ്രഹം കൊണ്ട് അപേക്ഷ അയച്ചപ്പോൾ ഓഡിഷൻ ടെസ്റ്റിന് വിധേയനാകണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. പക്ഷേ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഓഡിഷൻ ടെസ്റ്റിന് പോകാനുള്ള പണം ആ ബാലന്റെ അടുത്തില്ലായിരുന്നു. അങ്ങനെ ധാരാളം ആളുകളുടെ അടുത്ത് നിന്ന് ആ ചെറുപ്പക്കാരൻ പണം കടം വാങ്ങുകയും ഒരുവിധം തിരുവനന്തപുരത്ത് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഓഡിഷൻ ടെസ്റ്റിന് വിധേയനാവുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു, നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ തീരെ ഇമ്പമില്ലാത്തതാണ്, ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ കമ്പം തോന്നിക്കാത്തതുമാണ്, അതുകൊണ്ട് നിങ്ങൾ ഓഡിഷൻ ആർട്ടിസ്റ്റ് ആകാൻ യോഗ്യനല്ല. സങ്കടത്തോടെ പരാജയപ്പെട്ട ദുഃഖത്തോടെ ആ ബാലൻ തൃശ്ശൂരിലെ സംഗീത നാടക അക്കാദമിയിലേക്ക് പോയി. അവിടെ പോയിട്ട് പറഞ്ഞു, ജീവിക്കാൻ എനിക്ക് വളരെ പ്രയാസമാണ്, എനിക്കൊരു സ്കോളർഷിപ്പ് നൽകണം. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു, അങ്ങനെ സ്കോളർഷിപ്പ് നൽകാൻ ഒരു നിയമമില്ല, മാത്രവുമല്ല അങ്ങ് അതിന് അർഹനുമല്ല. അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് 2 കത്തുകൾ ലഭിച്ചു. ഒന്ന്, ആ വർഷം ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയതിനുള്ള പുരസ്കാരവും. 2, അങ്ങ് നമ്മുടെ മ്യൂസിക് അക്കാദമിയുടെ ചെയർമാൻ ആകണമെന്നുള്ള അപേക്ഷയുമായിരുന്നു. തന്റെ ശബ്ദം കേൾക്കാൻ തീരെ ഇമ്പമില്ലാത്തതാണെന്നും ശ്രോതാക്കൾക്ക് കേൾക്കുമ്പോൾ കമ്പം തോന്നിക്കാത്തതാണെന്നും പറഞ്ഞ് യാത്ര അയക്കപ്പെട്ട പരാജയപ്പെടുത്തിയ ആ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഡോക്ടർ KJ യേശുദാസ് ആയിരുന്നു.